രക്തത്തിൽ പ്രഷർ കൂടലും പ്രഷറും പ്രമേഹവും ഏറ്റവും കൂടുതൽ ഉത്രട്ടാതി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട സമയമാണ്. നിശബ്ദനാണ് പയ്യൻ. ആണ് വർഷങ്ങളായിട്ട് ഒരു 3-4 വർഷമായിട്ട് ഈ സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട്. അവനേക്കാൾ പ്രായത്തിന് അല്പം മൂത്തതാണ്. 2 കുട്ടികളുമുണ്ട്. ഈ അമ്മ തകർന്നു പോയി എന്നാണ് പറയുന്നത്. നമസ്കാരം. സന്താനങ്ങൾ എന്തിനാണ് സ്വാമി എന്ന് ചോദിക്കുന്ന മാതാപിതാക്കളുടെ ദുഃഖങ്ങൾ, സന്താനങ്ങളില്ലെങ്കിൽ അതിനേക്കാൾ വലിയ ദുഃഖങ്ങൾ. ഞാനിത് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് രാവിലെ ഒരു അമ്മ വിളിച്ചു. ഭർത്താവ് നിഷ്ക്രിയനായ ഒരു ഭർത്താവ്, എല്ലാ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കും, പണം കൊടുക്കും, പ്രത്യേകിച്ച് ഒരു കാര്യത്തിന് പോകില്ല. ഒരുമിച്ച് ഇറങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. ഒരു മകനേ ഉള്ളൂ. ഒരു കുട്ടിയുടെ ഉണ്ടായിരുന്നപ്പോൾ കുട്ടിക്ക് ഒത്തിരി ബുദ്ധിമാന്യം ഉണ്ടായിരുന്നു. ഒരു 15-16 വയസ്സായപ്പോൾ ആ കുട്ടിക്ക് മൃത്യു സംഭവിച്ചു. അപ്പോൾ ഈ അമ്മ എല്ലാം ഈ മകനിൽ തന്നെ സമർപ്പിച്ച് ജീവിക്കുകയാണ്. മകനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. ക്ഷേത്രവിശ്വാസമൊന്നുമില്ല. പക്ഷെ അമ്മ സന്ധ്യയ്ക്ക് നാമം ജപിക്കും, വിളക്കും, ക്ഷേത്രങ്ങളിൽ പോവും, എല്ലാ കാര്യങ്ങളും ചെയ്യും. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആരെങ്ങനെ പോയാലും ഒരു കുഴപ്പമില്ല. കൃത്യസമയത്ത് ഭക്ഷണം കിട്ടണം, പിന്നെ കാര്യങ്ങൾ നടക്കണം, ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. മകനോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുള്ളൂ. ഒരു ഘട്ടം കഴിഞ്ഞപ്പം അമ്മയ്ക്കൊരു മനോവിഷമം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞു ഇദ്ദേഹത്തിനോടൊപ്പം ഒരു സ്ത്രീയെ ഒരു അമ്പലത്തിൽ വെച്ച് കണ്ടു എന്ന്. ഇത് ബാലേട്ടൻ സിനിമയിലെ കഥയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനേക്കാൾ വലിയ അത്ഭുതമാണ്. അപ്പോൾ ആ അമ്മ എന്നോട് പറഞ്ഞു, സ്വാമി അങ്ങനെ എൻ്റെ കുടുംബമായിട്ട് ഞാനുമായിട്ടൊരു സഹകരണവും ഇല്ല, എൻ്റെ മകനുമായിട്ടൊരു സഹകരണമില്ല. കൃത്യമായി പൈസ തരും, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടുള്ള പണം തരും, കൂടുതലൊന്നും സംസാരിക്കില്ല, അത്യാവശ്യം മാത്രമേ സംസാരിക്കുകയുള്ളൂ. അപ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹത്തിന് മറ്റൊരു പരസ്ത്രീയായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. അത് ചോദിക്കാൻ നിന്നില്ല. ഒരിക്കൽ മാത്രം മകൻ ചോദിച്ചു, അച്ഛനെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ കേൾക്കുന്നുണ്ടോ? അപ്പം എന്നാൽ നീ കേൾക്കുന്നുണ്ടോ? അതെ കേൾക്കുന്നുണ്ട്. വേറെ ആരൊക്കെ കേൾക്കുന്നുണ്ട്? അപ്പോൾ വേറെ പലരും കേൾക്കുന്നുണ്ട്. എന്നാലും എല്ലാവരും കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ വെച്ച് ആ സംഭാഷണം അവസാനിപ്പിച്ചു. അങ്ങനെ ജീവിക്കുന്ന ഒരു അമ്മ. ഈ മകനാണെങ്കിൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവുമായിട്ടുള്ള ജീവിതം പൊറുതിമുട്ടിയൊന്നുമില്ല. അവർ പറയും എൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ഒരാളാണ് എൻ്റെ ഭർത്താവ്. ഞാനതങ്ങ് ഉൾക്കൊള്ളുകൊണ്ട് പ്രയാസമില്ല. എൻ്റെ എല്ലാം ഞാൻ എൻ്റെ മകന് വേണ്ടി സമർപ്പിച്ചു. അവന് 33 വയസ്സായി. അവന് വിവാഹം വേണ്ട എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഈ മകന് വേറെ വല്ല ബന്ധമുള്ളതായിട്ട് അറിയൂ? അങ്ങനെ ഒരു ബന്ധവുമില്ല. എന്തുകൊണ്ടാണ് വിവാഹമില്ലാത്തത്? അത് അച്ഛനും അമ്മയും തമ്മിലുള്ള ജീവിതം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ട എന്ന് തോന്നി. എന്തായാലും ഈ അമ്മയ്ക്ക് മകൻ കല്യാണം കഴിക്കണമെന്നും ഇത്തിരി സ്വത്തുക്കളൊക്കെ ഉണ്ട്, അത്യാവശ്യം ഇയാളൊന്നും നശിപ്പിച്ചിട്ടൊന്നുമില്ല, ഇദ്ദേഹത്തിന് ഇങ്ങനെ ബന്ധമുണ്ടോ എന്ന് ഭാര്യ ഒരിക്കൽ പോലും അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുമില്ല, അദ്ദേഹം അതൊട്ട് പറഞ്ഞിട്ടുമില്ല. കുടുംബം വലിയ പ്രശ്നമില്ലാത്ത ശാന്തമായി മുന്നോട്ട് പോകുന്നു. അപസ്വരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപസ്വരങ്ങളൊന്നും വളരെ വലിയ സ്വരങ്ങളായിട്ട് പുറത്തു വരികയും അത് ജനമധ്യത്തിൽ ഒരു പ്രശ്നങ്ങളായിട്ടൊന്നും മാറാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ അമ്മ ഒരു നടുക്കുന്ന ഒരു വിവരം അറിയുന്നത്. മകൻ എന്തുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ല? അപ്പോൾ ഒരു 6 മാസം മുമ്പ് എന്നെ വിളിച്ചപ്പോഴും ഞാൻ അവരോട് ചോദിച്ചു, അമ്മ ഈ മകൻ വിവാഹം കഴിക്കാതെ, സാധാരണ വിവാഹം കഴിക്കാത്തതിന് കാരണം ഇന്നത്തെ കാലമല്ലേ, ഒരു സൗഹൃദമൊക്കെ ഉണ്ടാകും, അതുകൊണ്ടാണോ? അപ്പോൾ അതൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല. പിന്നെ ക്ഷേത്രങ്ങളിലൊന്നും പോകത്തില്ല, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. രാത്രി ആ മകൻ വന്നാൽ മകൻ്റെ മുറിയിൽ, അച്ഛൻ വന്നാൽ അച്ഛൻ്റെ മുറിയിൽ ഏകാന്തമായി ദൈവത്തെ ഇങ്ങനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു ഭഗവാൻ. അപ്പോൾ കൃഷ്ണഭക്തിയാണല്ലേ എന്ന് ഞാൻ ചോദിച്ചു. കാരണം ഭഗവാൻ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചില കളികൾ കളിക്കും. ഭഗവാനെ അങ്ങോട്ട് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ചില കുടുംബത്തിൽ കയറി, അന്തരീക്ഷത്തിൽ കയറി, ഇത്തരത്തിലുള്ള കുടുംബങ്ങളിലേക്ക് അകത്തോട്ട് കയറിയിട്ട് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അസ്വസ്ഥകൾ ഉണ്ടാക്കി കുറേ കൂടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ അങ്ങനെ ഒരു എൻ്റെ ലീലാവിലാസത്തിൽ പെട്ടതാണത്. നമ്മളെ ദോഷമൊന്നും ആണ്ട, കർമ്മം ശുദ്ധിയാണെങ്കിൽ, നിൻ്റെ കർമ്മവും ചിന്തയും ശുദ്ധമാണെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ കിണഞ്ഞങ്ങോട്ട് അനുഗ്രഹിക്കും. എവിടെങ്കിലും ഒരു ചെറിയ പാകപ്പിഴ തോന്നിയാൽ എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി, അത് എല്ലാ ദൈവങ്ങളും അങ്ങനെയാണ്. ഞാൻ ആ കഥ പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു മനുഷ്യൻ ഒരാളെ സഹായിച്ചു. ആ സഹായിച്ച ആൾ കുറേ കഴിയുമ്പോൾ ശത്രുവായ ആൾ പിന്നെ മറ്റേയാളെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇത് മറ്റേയാളുടെ മനോദുഃഖത്തിൻ്റെ ഒരു ദുരിതം മക്കളിൽ നിന്നോ കൊച്ചുമക്കളിൽ നിന്നോ അനുഭവിക്കേണ്ടി വരും. ഇത് ഞാൻ ഒരുപാടൊരു പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും ഒരാളെ നന്ദിയോടുകൂടി സ്മരിക്കുക എന്നുള്ളതാണ്. നന്ദിയോടുകൂടി കാര്യങ്ങൾ, ഒരാളെ നമ്മൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ, ഒരാൾ പണം സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ചില പണം കടം മേടിക്കും. പണം കടം മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ പണം ചോദിക്കുമ്പോഴത്തേക്ക് ശത്രുഭാവത്തിലാണ് ഇങ്ങനെ. അതങ്ങനെയാണ് പറയുന്നത്. ഉള്ളപ്പം തരും, ഇല്ലെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. ഒരാൾ വിശ്വസിച്ച് ഒരാൾക്ക് പലിശയ്ക്ക് കൊടുക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പലിശയും മുതലും കഴിഞ്ഞ് എൻ്റെ 3 ഇരട്ടി മേടിച്ചാലും വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും പലിശ മേടിക്കുന്നവരുണ്ട്.
അല്ലേ? അതൊക്കെ പിന്നീട് അത് വലിയ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്ന കാര്യങ്ങളാണ് മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന. നമുക്ക് ചുറ്റും നിൽക്കുന്നവരോട് നമ്മളൊന്ന് സഹായിക്കുകയും ചുറ്റും നിൽക്കുന്നവരെ നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കുകയും എന്നാൽ മാത്രമല്ല ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും ഈ അമ്മ എന്നെ വിളിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ 6 മാസം മുമ്പ് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഈ പയ്യന് വേറെ വല്ല സൗഹൃദം ഉള്ളത് കൊണ്ടാണോ ഇത്തരം കാര്യങ്ങളൊന്നും ഈ വിവാഹം ഒന്നും നടത്താത്തതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ അമ്മ മനസ്സിലാക്കിയ ഒരു സത്യം, ഒരു ഭർത്താവ് മരിച്ച വിധവയുള്ള 2 കുട്ടികളുമായുള്ള ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട്. ആ സ്ത്രീ നേരിട്ട് അങ്ങ് വീട്ടിലോട്ട് ചെന്നു. വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകൻ ഞാൻ വിവാഹം കഴിക്കാൻ സമ്മതിക്കത്തില്ല. അമ്മ ഇങ്ങനെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു കാണും. അതുകൊണ്ട് എൻ്റെ 2 കുട്ടികളെയും എൻ്റെ കുട്ടി അവനാണ് നോക്കുന്നത്, ഞങ്ങളെ കൂടെ സഹകരിപ്പിച്ചേ പറ്റുമെന്ന് പറഞ്ഞ് അവർ ഈ 2 കുട്ടികളെയും കൊണ്ട് ഇവരെ വീട്ടിലേക്ക് വന്ന് ഈ വീട്ടിൽ താമസിക്കാൻ തയ്യാറെടുക്കുകയാണ്. പയ്യൻ നിശബ്ദനാണ്. പയ്യൻ വർഷങ്ങളായിട്ട്, ഒരു 3-4 വർഷമായിട്ട് ഈ സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട്. അവനേക്കാൾ പ്രായത്തിന് അല്പം മൂത്തതാണ്. 2 കുട്ടികളുമുണ്ട്. ഈ അമ്മ തകർന്നു പോയി എന്നാണ് പറയുന്നത്. പിന്നെ അവർ വീട്ടിൽ വന്ന് താമസിക്കുവാണ്. വീട്ടിലങ്ങ് അവർ താമസമായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു അവസ്ഥ. നമ്മൾ എന്താണ് പറയുന്നത്? ഇത് വിട്ടുപോകുമോ? ഇത് വിട്ടുപോകുമോ സ്വാമി? അത് അപ്പോൾ അവന് സ്വത്തൊക്കെ എഴുതി മേടിക്കണം. അവന് സ്വത്തുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ 2 മക്കളെ, എനിക്കിനി വേറൊരു തൻ്റെ കൂടെ പോയി ജീവിക്കാനൊന്നും പറ്റില്ല. നിങ്ങളുടെ മകൻ എൻ്റെ കൂടെ തന്നെയാണ് ജീവിക്കുന്നത്. ഞങ്ങളുടെ കുട്ടികളുടെ, എൻ്റെയും കുട്ടികളെയും കാര്യങ്ങളൊക്കെ അവൻ തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ വീട്ടിൽ തന്നെ താമസിച്ചേ പറ്റുള്ളൂ. അപ്പം അച്ഛനുമായിട്ട് സംസാരിച്ചു. അച്ഛൻ ഇതിനേക്കാൾ വേറൊരു അവസ്ഥയിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ അച്ഛൻ ഇതിനകത്ത് അത് പാടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അച്ഛൻ പാടില്ല എന്ന് പറഞ്ഞാൽ മകൻ ചോദിക്കും, അപ്പോൾ അച്ഛൻ പോയി വേറൊരുത്തരൂടെ ജീവിക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് ഇവരെ ഇഷ്ടമാണ്, എനിക്ക് വേറൊരു കുട്ടി ജീവിതത്തിൽ വേണ്ട. ഇവരാണെങ്കിൽ IT കമ്പനിയിൽ നല്ല ശമ്പളമുണ്ട്. അമ്മ പറയുന്നു, ആ സ്ത്രീയുടെ അധികാരഭാവത്തോട് അവനവർ പെരുമാറുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞു. എനിക്ക് മരിക്കാൻ പറ്റില്ല സ്വാമി, എനിക്ക് മരിക്കാൻ പേടിയാണ്. സ്വാമിയുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ അപമൃത്യു, നമ്മൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഭൂമിയിലൊക്കെ അലഞ്ഞു നടക്കേണ്ടി വരും, അത് പിന്നെ മരണ ദുരന്തമാണെന്നൊക്കെ പറയുന്നത് കേട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? അത് നമ്മൾ എന്താണ് ഇവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്? ഞാൻ പറഞ്ഞ അങ്ങ് ഉൾക്കൊള്ളുക. ഇപ്പോൾ 2 കുട്ടികളിപ്പം കല്യാണം കഴിച്ചിട്ട് കുട്ടികളില്ലാത്തവരില്ലേ? ഇനിയിപ്പോൾ ഇവനൊരു കല്യാണം കഴിച്ചവന് കുട്ടികളുണ്ടാകണമെന്ന് വല്ലതും ഉണ്ടോ? ആരുടെ കുട്ടിയാണെങ്കിലും ആ സ്ത്രീ അവനെ നല്ലപോലെ നോക്കുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞു, രാത്രി മുറികളിൽ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും കാണാം. അമ്മയോട് മാന്യമായിട്ട് പെരുമാറണം എന്ന് കേൾക്കാം, അച്ഛനോട് മാന്യമായിട്ട് പെരുമാറണം എന്ന് പറയുന്നത് കേൾക്കാം. അത് പറയാനില്ലേ പറ്റുള്ളൂ. അപ്പോൾ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ നമ്മളതുകൊണ്ട് ഇന്ന് വേറൊരാൾ വിളിച്ചു, വേറൊരു അമ്മ ഇന്ന് രാവിലെ വിളിച്ചിട്ട്, മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ്, അവന് ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടമെന്ന് മാത്രമല്ല അവൻ ക്ലാസ്സിലും കയറൂല, അവൻ ലഹരി പദാർത്ഥങ്ങളുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. എല്ലാം കാണും. ഇപ്പോൾ തുഫാൻ എന്ന് പറഞ്ഞത് രമേശ് ചെന്നിത്തലയുടെ പരിപാടി ഉള്ളതുകൊണ്ട് ഒന്ന് ഭയന്നിട്ടുണ്ട് കഞ്ചാവ് കച്ചവടക്കാരൊക്കെ. ഈ കുട്ടികളെ ഇങ്ങനെ നശിപ്പിക്കുന്നൊരു ലോകം, മാതാപിതാക്കളുടെ നൊമ്പരം, കുട്ടികൾ വളർന്നു വരുന്നത്. എന്തൊരു കുട്ടികളെന്ന് പറയുന്നത്, അവർ വളർന്നു വന്ന് അച്ഛനമ്മമാർ ഇവരെ വളർത്തിയെടുത്ത് ഇവർക്കൊരു ജോലി കിട്ടിയതിന് ശേഷം വലിയ അച്ഛനമ്മമാർക്കൊരു ജീവിതമുള്ളൂ, അവർക്കൊന്ന് വിശ്രമിക്കാൻ കഴിയുള്ളൂ. ഇവരൊന്ന് തളർന്നു വീഴുമ്പോൾ അവരൊന്ന് ചേർത്ത് പിടിക്കാൻ നിലനിർത്തേണ്ടതല്ലേ? ഇതൊക്കെ വിധി എന്ന് പറയുന്ന 2 അക്ഷരത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയും. കേൾക്കുന്ന മുഴുവൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഒരാളൊരു വീട് മേടിച്ചു, അച്ഛനും അമ്മയും ജീവിച്ചിരുന്നപ്പോൾ മേടിച്ച വീടാണ്. ആ വീട് കൊടുത്തവർ തന്നെ ആ വീട് ഇപ്പോൾ തിരിച്ചു ചോദിക്കുന്നു. ആ വീട്ടിൽ താമസിക്കാൻ സമ്മതിക്കില്ല. എന്ത് ചെയ്യാൻ പറ്റും? ആ വീടിന് വല്ല ദോഷമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വീടിന് ദോഷമുണ്ടെങ്കിൽ മാറാൻ പറ്റൂ? ഒരാൾക്കൊരു വീട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ വീട് അവർ വിൽക്കാൻ തയ്യാറാകുന്നു. അവരൊരാൾ മേടിക്കുന്നു. മേടിച്ചു കഴിഞ്ഞതിന് ശേഷം ആ വീട്ടുകാർ കുറച്ച് കഴിയുമ്പോൾ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുമ്പോൾ ഈ വീട് തന്നെ ഇവർക്ക് ജീവിക്കാൻ സമ്മതിക്കാത്ത വിധം അസ്വസ്ഥതകളുണ്ടാക്കി അവർ ആ വീട് വിറ്റുപോകാൻ ഉള്ള അവസ്ഥയുണ്ടാക്കി ആ വീട് അവർ തിരിച്ചു ചോദിക്കുന്നു. സ്വസ്ഥതയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അവർക്ക് കൊടുത്തേക്ക്, അവർക്ക് ആ വീട് കൊടുത്തേക്ക്. അപ്പോൾ വീടിന് ദോഷമുണ്ടോ, ബാധാദോഷം, അതൊന്നും ഇവിടുത്തെ വിഷയമല്ലല്ലോ. നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട്, വീടെന്ന് പറയുന്നത് സമാധാനവും ശാന്തിയും സ്വസ്ഥതയുണ്ടെങ്കിൽ മാത്രമല്ലേ പറ്റുള്ളൂ. ആ സമാധാനവും ശാന്തിയും സ്വസ്ഥതയും കിട്ടുമ്പോഴാണ് ഒരു വീടിന് സമാധാനമായ അന്തരീക്ഷം ഉണ്ടാകുന്നത്. ഏത് വീടിലാണെങ്കിലും സമാധാനമായി ഉറങ്ങുന്നവൻ സമ്പന്നനാണെന്ന് ഞാൻ പറയും. ഇത് എന്തോരം പ്രശ്നങ്ങളാണ്. കുട്ടികളുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, കുട്ടികൾക്ക് മാതാപിതാക്കളോട് സ്നേഹമില്ലാത്ത വിഷയങ്ങൾ, കുട്ടികൾ വെളിയിൽ പോയാൽ മാതാപിതാക്കളുടെ സംഘർഷം, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. അവർക്ക് അവരെ സന്ധ്യ കുട്ടികളോടൊപ്പം കറങ്ങി അടിച്ച് തിയേറ്ററിലൊക്കെ പോയി അവരുടെയൊക്കെ ഒരു ലോകം കഴിഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് വരൂ. പണ്ടൊക്കെ സന്ധ്യയ്ക്ക് മുമ്പ് ഒരു പെൺകുട്ടി വീട്ടിൽ വരും, അല്ലേ? പണ്ട് കാലത്ത്, ഞങ്ങളുടെയൊക്കെ കാലത്ത്. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. കൊണ്ടിറക്കം ബൈക്കിൻ്റെ മുമ്പിൽ. ഒരു അമ്മ എന്നോട് പറഞ്ഞതാണ്, സ്വാമി അവന് ബൈക്കിൽ ഒരു പെണ്ണ് വീട്ടിൻ്റെ മുമ്പിൽ ഒരു പരപുരുഷനായിട്ടുള്ള ഈ അച്ഛനും അമ്മയ്ക്ക് മനസ്സിലാക്കാൻ തരുമ്പോൾ അവൻ്റെ ബൈക്കിൽ കെട്ടിപ്പിടിച്ചിരുന്ന് വീട്ടിൻ്റെ മുമ്പിൽ കൊണ്ടിറക്കും. തെറ്റുണ്ടോ എന്ന് ഇക്കാലത്ത് എന്നോട് ചോദിച്ചാൽ എനിക്കതിനകത്ത് പ്രത്യേകിച്ച് മറുപടിയില്ല. കാലം വളർന്നു, ലോകം വളർന്നു,
സന്താനങ്ങളൊക്കെ അവരുടെ ഇഷ്ടങ്ങൾക്ക് വളരാനുള്ളതായി പുതിയ നിയമങ്ങളുണ്ടായി. 18 വയസ്സ് കഴിഞ്ഞാൽ ആർക്കും സ്വതന്ത്രമായി അവരുടെ ജീവിതങ്ങൾക്കനുസരിച്ച് ജീവിക്കാം. പക്ഷേ ഈ യൗവനാവസ്ഥ അങ്ങോട്ട് കഴിയുമ്പോഴുണ്ടാകുന്ന, വിവാഹം കഴിക്കുമ്പോഴുണ്ടാകുന്ന ഇതൊന്നും അല്ലല്ലോ വിവാഹ ജീവിതത്തിൽ. ഒരാൾ 2 പേര് കുടുംബത്തിൽ ജീവിക്കുമ്പോൾ സാമ്പത്തിക പശ്ചാത്തലം, സാമൂഹിക പശ്ചാത്തലം, ഇവർക്ക് ജീവിക്കേണ്ട ജീവിത രീതികൾ, ഇവർക്കുള്ള ചുമതലകൾ, ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം ഒരു കുടുംബത്തിൽ നിന്ന് മറ്റൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോകാനോ. അച്ഛനമ്മമാരെ വിഷമിപ്പിച്ചിട്ട് പോയിട്ടുള്ള ഒരു കല്യാണങ്ങളും ഗതി പിടിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് എത്രയോ പെൺകുട്ടികൾ വിളിച്ച് പറയുന്നൊരു സ്വാമി, ഞാൻ അച്ഛനും അമ്മയും ചീത്ത പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയാണ്, അച്ഛൻ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതാണ്, ഞാനില്ലെങ്കിൽ അയാൾ ജീവിക്കില്ല എന്ന് പറഞ്ഞറിയാം. ഇന്ന് എനിക്ക് ഒരു സമാധാനം പോലും ഇല്ല സ്വാമി. ഞാൻ എന്താണോ എൻ്റെ അച്ഛനമ്മമാർ അനുഭവിച്ചത്, ഞാൻ അതിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്ന എത്രയോ പെൺകുട്ടികൾ. ആൺകുട്ടികൾ പോലും 100-ൽ 1 അംശമുള്ളൂ ആൺകുട്ടികളുടെ ദുഃഖമുള്ളത്. അതുകൊണ്ട് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞു, സ്വാമി ഞാൻ അവളെ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്, എൻ്റെ ജാതകം ചേരൂല എന്ന്, എല്ലാ ജാതകവശാൽ ഇത് ഒരു പ്രശ്നവും, ജാതകവശാൽ ഈ കല്യാണം അടുത്ത് വയ്ക്കരുത്, അഗ്നിയും ജലവുമാണ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ സ്വാമിയെ ഒരു കാലത്ത് ഒരു 5-6 വർഷത്തിന് മുമ്പ് വിളിച്ച് സ്വാമി പറഞ്ഞു, എനിക്ക് ജ്യോതിഷമൊന്നും അറിയത്തില്ല, നിങ്ങൾ നോക്കിയിട്ട് കല്യാണം കഴിക്കുകയുള്ളൂ, നിങ്ങൾ വിളിച്ച സമയം വെച്ച് കല്യാണം നടത്തിയാൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന്. കല്യാണം കഴിച്ച് ജോലിയും പോയി. ഇപ്പം എന്താണ്, അവളെ ഓഫീസിൽ ഒരുത്തനുമായിട്ട് നല്ല സൗഹൃദം, ഇവൻ വെള്ളം അടിച്ച് 4 കാര്യം നടക്കണം. എൻ്റെ അടുത്ത് വന്നിരുന്നു. ഇപ്പം ഞാൻ പണ്ട് പറഞ്ഞതില്ലേ, നിങ്ങൾ ഈ ജാതകം എന്ന് പറയുന്ന കാര്യത്തിൽ മാട്രിമോണിയൽ കമ്പനികളെ കുറിച്ച് ഒന്നുകൂടെ പറയുകയാണ്. മാട്രിമോണിയൽ കല്യാണം അബദ്ധമാണ്. ഒരിക്കലും മാട്രിമോണിയൽ വഴിയുള്ള വിവാഹ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കരുത്, അത് അബദ്ധമാണ്. നിങ്ങൾ ഈ മാട്രിമോണിയലിലുള്ള വിവാഹ ബന്ധം എടുക്കുകയാണെങ്കിൽ തന്നെ അവരുടെ ജാതകം, ജാതകം ഉത്തമമാണെന്ന് തന്നെ ആലോചിക്കണം. ഒരിക്കലും പെൺകുട്ടിയുടെ ജാതകം അങ്ങോട്ട് അയച്ചു കൊടുക്കരുത്. ജാതകം അതനുസരിച്ച് ആൺകുട്ടികളുടെ സാമ്പത്തിക ശേഷിയും പിന്നെ കാണാൻ സുന്ദരിയായിട്ടുള്ള പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് അനുയോജ്യമായ ജാതകം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരുപാട് വിദ്വാന്മാരെ എനിക്കറിയാം. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല, മാട്രിമോണിയൽ കമ്പനികൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ നഷ്ടപ്പെടാൻ പോകുന്ന ജീവിതങ്ങളാണ് ജാതകം ചേരാത്ത. എന്നാൽ എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരും ജാതകം നോക്കണുണ്ടോ എന്ന്. ഞാൻ നോക്കിയിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഉത്തമമായി ജീവിക്കുന്നവരുടെ ജാതകവും പരിശോധിച്ചിട്ടുണ്ട്, ഉത്തമമാണ്. ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർ പരിശോധിച്ചിട്ടുണ്ട്, അവർ തമ്മിലുള്ള ജാതകം ഉത്തമമല്ലാത്ത ഭീകരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗ്രഹനിലകൾ അനുസരിച്ച്, ജനനസമയം അനുസരിച്ച്, കൃത്യമായ ജനനസമയം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഗ്രഹനിലകൾ നോക്കി, ദശാസന്ധിയൊക്കെ നോക്കി കല്യാണം കഴിച്ചില്ലെങ്കിൽ ജീവിതം താറുമാറാവും. അതിനേക്കാൾ ഉപരി എന്താണ്, കുട്ടികൾക്കുണ്ടാകുന്ന വൈകല്യങ്ങളും കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക സാമ്പത്തിക പ്രശ്നങ്ങൾക്കും എല്ലാം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം, ഗ്രഹനിലകൾ പിഴച്ചുപോയ വിവാഹങ്ങൾ നടത്തിയാൽ ഉണ്ടാകുന്ന അതിഭീകരമായ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലുണ്ടാവും. അതുകൊണ്ട് ഇത് ഹൈന്ദവ വിശ്വാസത്തിൻ്റേതാണോ എന്ന് അറിയത്തില്ല. നിങ്ങൾ ഗ്രഹനിലകളെ നോക്കി ജാതകം ഉത്തമമാണെങ്കിൽ മാത്രമേ വിവാഹം നടത്താൻ പാടുള്ളൂ എന്നുള്ള ഒരു സത്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം എൻ്റെ മുമ്പിൽ വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. നമ്മൾ ഈ ജന്മത്തിൽ ജനിച്ചുപോയി. ഇപ്പോൾ സ്ത്രീയായിട്ട് ജനിച്ചാലും പുരുഷനായിട്ട് ജനിച്ചാലും ആരുടെ മക്കളായിട്ട് ജനിച്ചാലും അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉത്തമമായിട്ടുള്ള സമാധാനവും ശാന്തിയോടുകൂടി ഉത്തമമായിട്ട് ജീവിക്കാൻ ഗ്രഹനിലകൾ വളരെ സ്വാധീനമുണ്ടാക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് മനസ്സിൻ്റെ പൊരുത്തവും മാനസിക പൊരുത്തവും, മനസ്സിൻ്റെ പൊരുത്തം, രണ്ടുപേരും തമ്മിൽ പരസ്പരം ദാമ്പത്യത്തിൽ വിട്ടുവീഴ്ചയോടുകൂടി ജീവിക്കാനും, തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താനും, തെറ്റുകളൊക്കെ പറ്റും, സ്ത്രീ ആയാലും പുരുഷനായാലും തെറ്റുകൾ പറ്റും. അപ്പോൾ ആ തെറ്റുകൾ തിരുത്താനും മനസ്സിൻ്റെ പൊരുത്തത്തോടുകൂടി ജീവിക്കാനും, ഒരാൾ ക്ഷമയോടുകൂടി ജീവിക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു മനസ്സ് ദാമ്പത്യത്തിൽ ഉണ്ടായാൽ മാത്രമേ ദാമ്പത്യത്തിൽ സുഖകരമായ ഒരു ജീവിതം ഉണ്ടാവൂ. ഇല്ലെങ്കിൽ ജീവിതം താറുമാറായി പോകും. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഭാര്യ പറഞ്ഞതാണ്, ഇയാൾ വേറെ ഒരു കുഴപ്പമില്ല, കൂട്ടുകാരോട് ചേർന്നാൽ മദ്യപിച്ച് വന്നാൽ പിന്നെ 3 ദിവസത്തേക്ക് പുള്ളി നിരന്തരം മദ്യപിക്കും. ആ മദ്യപാനം തുടങ്ങിക്കഴിഞ്ഞാൽ പുള്ളി നിർത്തത്തില്ല. ഇത് നിർത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ സ്വാമി? വേറെ ഒരു കുഴപ്പമില്ല. കുടിച്ചു തുടങ്ങിയാൽ പിന്നെ ഒരു സീസണാണ്, ആ സീസൺ മുഴുവൻ കുടിച്ച് ബോധമില്ലാതെ ഇല്ല. ഞാൻ പറഞ്ഞു കുറേ കഴിയുമ്പം ലിവറൊക്കെ പോയിട്ട് വേറൊരു അവസ്ഥയിലേക്ക് ചെന്ന് കയറില്ല, അങ്ങനല്ലേ എന്ന് ചോദിച്ചു. അതന്നെയാണ്. പക്ഷെ കുടിച്ചില്ലെങ്കിൽ ഇതുപോലൊരു നല്ല മനുഷ്യനില്ല. കുടിച്ചു കഴിഞ്ഞാൽ ലോക പ്രശ്നമാണ്. അത് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാക്കിയ സകല പ്രശ്നങ്ങൾക്കും യാതൊരു പരിഹാരമില്ലാത്ത തരത്തിൽ ഇത് നശിപ്പിച്ചു കളയും. 3 പെൺകുട്ടികളാണ്. ഈ പെൺകുട്ടികൾ അച്ഛൻ കുടിക്കുന്ന സമയത്ത് അവർ ഹോസ്റ്റലിൽ പോയി ഇരിക്കണമെന്ന് പറയും. അച്ഛൻ കുടിച്ച് വീട്ടിലുണ്ടെങ്കിൽ വേറെ ശല്യമൊന്നുമില്ല, മക്കളോടൊന്നും മോശമായിട്ട് പെരുമാറില്ല. പക്ഷേ പുള്ളി ഉറങ്ങാതെ നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കും, ഒരാൾ മദ്യപിച്ചിട്ട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഭാര്യ പറഞ്ഞു എനിക്ക് മതിയായി, പക്ഷേ സ്നേഹമുള്ള മനുഷ്യനാണ്. കുടിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ, അപ്പോൾ കുടിക്കാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. മദ്യപിക്കാതിരിക്കാൻ മന്ത്രവാദമൊന്നും ഇല്ലല്ലോ. ഒരാൾക്ക് കുടിക്കണമെന്ന് തോന്നിയാൽ അയാൾ കുടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ദാമ്പത്യങ്ങൾ നശിപ്പിക്കാതിരിക്കുക,
ഈശ്വരൻ നല്ല ഉത്തമമായ ദാമ്പത്യങ്ങൾ നശിക്കാനായിട്ട് ഈ ഗ്രഹനിലകൾ പിഴയ്ക്കുമ്പോൾ, ഗ്രഹങ്ങൾ മാറി നിൽക്കുമ്പോൾ ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാകും. ആ അവസ്ഥകളിലേക്ക് പോയി വീഴാതിരിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉത്തമമായ ദാമ്പത്യം വധിക്കാം. ഈ കുട്ടികൾ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടികൾ ജാതകം നന്നായിട്ട് നോക്കിയിട്ട് കല്യാണം കഴിക്കണം. മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നതാകണം. സത്യസന്ധമായ ജീവിതം നയിക്കണം. കള്ളങ്ങൾ പറയാതിരിക്കണം. ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ ഒരു കള്ളം പറഞ്ഞാൽ അതിനുവേണ്ടി 100 കള്ളങ്ങൾ നമ്മളിങ്ങനെ പറയേണ്ടി വരും. ഒരു കള്ളം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ വിശ്വാസം നഷ്ടപ്പെടും. ചരട് പൊട്ടിക്കഴിഞ്ഞാൽ വേച്ച് കെട്ടിയാൽ മുഴച്ചേ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഉത്തമമാവേണ്ട ദാമ്പത്യം. എന്തുകൊണ്ടാണ് ഞാൻ ദാമ്പത്യത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ, ദാമ്പത്യം തകർന്നു പോകുന്ന ഒരുപാട് ജന്മങ്ങൾ, ദാമ്പത്യം ഇഷ്ടംപോലെ സമ്പത്തുണ്ടായിട്ടും ദാമ്പത്യത്തിൻ്റെ തകർച്ച കൊണ്ട്, കടബാധ്യതകൾ കൊണ്ട് കയറി പരസ്പരം സംസാരിക്കാതെ 2 മുറികളിലായിട്ട് ജീവിക്കുന്ന, മക്കൾക്ക് വേണ്ടി ജീവിക്കുകയാണ് സ്വാമി, അയാൾ എങ്ങനെങ്കിലും പോട്ടെന്ന് പറയുന്ന ഭാര്യമാരും, അവൾ എങ്ങനെങ്കിലും പോട്ടെ സ്വാമി എനിക്ക് ജീവിച്ചേ പറ്റൂ എന്ന് പറയുന്ന ഭർത്താക്കന്മാരും, മദ്യത്തിന് അടിമയായി പോകുന്ന ഭർത്താക്കന്മാരും നിരവധി എൻ്റെ മുമ്പിലേക്ക് വരികയും ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗത്തെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ച്, ദാമ്പത്യത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഈശ്വരൻ ഒരു ജീവിതമേ തന്നിട്ടുള്ളൂ. ആ ജീവിതം സമാധാനമായിട്ട് ജീവിച്ച് മരിക്കണം. ആ മരണം വരെ സമാധാനവും ശാന്തിയായിട്ട്. ഒരാൾ വീണുപോയാൽ പോലും അയാളെ ഒന്ന് ചേർത്ത് നിർത്താൻ, പിടിച്ചെഴുന്നേൽപ്പിക്കാൻ മറ്റൊരാൾ വേണം. ഒരാൾക്കൊരു ദാഹജലം വേണമെങ്കിൽ അത് എടുത്തു കൊടുക്കാൻ ഒരാൾ വേണം. അപ്പം ഒരു കൂട്ടിന് വേണ്ടിയിട്ടുള്ള സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ തീഷ്ണതയും പരസ്പരമുള്ള, നമ്മൾ വഴക്കിട്ട് നീ വേണ്ട പോയി ചത്ത് തൊലയട്ടെ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഒരാളില്ലാതെ ഏകാന്തമായ ജീവിതത്തിൽ, ഏകാന്തമായ വാസത്തിൽ ജീവിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരാളെന്നും കൂടെ നിലയിൽ പറയുകയാണ്. അതുകൊണ്ട് ഇണ എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ്. അത് ഏത് കാര്യത്തിൻ്റെ പേരിലാണെങ്കിലും നശിപ്പിക്കാതിരിക്കുക. ദാമ്പത്യം നശിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ഓർക്കണം. അത് സൗഹൃദങ്ങൾ വന്നു ചേരുമ്പോൾ ദാമ്പത്യം മറക്കുന്നവരും, സൗഹൃദങ്ങൾ ഇല്ലാതാവുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെയൊക്കെ ഒരുപാട് അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് ദാമ്പത്യം ഉത്തമമായി തന്നെ എടുക്കണം. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൂർവ്വജന്മത്തിലെ ചില ദോഷദുരിതങ്ങൾ കൂടാവുന്ന ഒരവസ്ഥയാണ്. ഓഗസ്റ്റ് മാസം ആകുമ്പോഴത്തേക്ക് ഒരു ഗ്രഹത്തിന് വ്യത്യാസം വരും. നാൽക്കാലികളിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്ന് ദോഷങ്ങൾ ഉണ്ടാകാതെ നോക്കണം. സാമ്പത്തികാവസ്ഥയ്ക്ക് ചെറിയ മാറ്റങ്ങൾ വരും. സാമ്പത്തികാവസ്ഥ ചിലർക്ക് അനുകൂലമായും ചിലർക്ക് അനുകൂലമല്ലാതെയും വരുന്ന സമയമുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ ശ്രദ്ധിക്കേണ്ട കാലം. ആരോഗ്യമായി രക്തത്തിൽ പ്രമേഹം ഉള്ളവരാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. പ്രമേഹത്തിൻ്റെ തോത് കൂടാനും രക്തത്തിൽ പ്രഷർ കൂടാനും, പ്രഷറും പ്രമേഹവും ഏറ്റവും കൂടുതൽ ഉത്രട്ടാതി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, കണ്ണുകൾ, കഴുത്തിന് മുകളിലോട്ടുള്ള കണ്ണിന്, ചെവി, ENT സ്പെഷ്യലിസ്റ്റിനെ കാണാം. പല്ലുകൾക്ക് ദോഷം ഉണ്ടാകുന്ന കാലം. സർപ്പദോഷ പരിഹാരങ്ങൾ, സർപ്പദോഷം ഉണ്ടെങ്കിൽ സർപ്പദോഷത്തിനെ സംബന്ധിച്ചിട്ടുള്ള പരിഹാര ക്രിയകൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഉത്രാട നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അവരോട് കലഹമുണ്ടെങ്കിൽ ആ കലഹം മാറ്റി അവരോട് സ്നേഹത്തോടെ പെരുമാറുകയും വസ്ത്രം കൊടുക്കുകയും അന്നം കൊടുക്കുകയും അവരോട് എന്തെങ്കിലും ക്ഷമ പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സന്താനങ്ങളിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു സത്യാവസ്ഥ കൂടി ഇതിനകത്തുണ്ട്. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ദോഷകാലം വരെ വന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ട് നല്ലപോലെ വന്നു. നമ്മൾ എത്ര ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അത് വന്നു പോകുന്ന, അറിയാതെ പോകുന്നൊരു കാലമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക്. അത് പൂർവ്വജന്മത്തിലെ ഒരു ദോഷമാണ്. അതിന് നമ്മൾ തിരുവണ്ണാമലയിൽ പോയിട്ട് നടക്കുന്നത് നല്ലതായിരിക്കും. തിരുവണ്ണാമല ഭയം, ആ വേർത്ത് ഒരു രാത്രി മുഴുവൻ ഒരു ഗിരിവലയം ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാർ ഗിരിവലയം ചെയ്യണം. അല്ലെങ്കിൽ തഞ്ചാവൂർ കുംഭകോണത്തെ തിരുനാഗേശ്വരം എന്നൊരു ക്ഷേത്രമുണ്ട്. ആ തിരുനാഗേശ്വരം ക്ഷേത്രത്തിൽ പോയി ശ്രീരാമനും സീതയും ഉണ്ടായ 108 ശിവലിംഗമുണ്ട്. ആ ശിവലിംഗത്തിൽ പുഷ്പാഭിഷേകവും പാലും ഒക്കെ അഭിഷേകം നടത്തി ഈ 2 പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ദോഷങ്ങൾക്കുണ്ടാകുന്ന പരിഹാരങ്ങളും മാറ്റം ഉണ്ടാകും. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ദോഷം ഇതാണ്. ദാമ്പത്യത്തിൽ ബലക്കുറവുണ്ടാകുന്ന ദാമ്പത്യമാണെങ്കിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി. ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ള പോലെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ദാമ്പത്യത്തിൽ ബലക്കുറവുണ്ട്. പ്രണയിച്ച് വിവാഹം കഴിച്ചവർ ശിവക്ഷേത്രങ്ങളിൽ പോകണം. പിന്നെ ധാര നടത്തുന്നത് വളരെ നല്ലതാണ്. പ്രഷർ കൂടുന്ന ഒരു കാലഘട്ടമുണ്ട് ഈ വരുന്ന 30 ദിവസത്തേക്ക്. അത് ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാൻ. 2, വീട്ടുകളിൽ വീട്ടിനകത്ത് നാൽക്കാലിൽ നിന്ന് പൂച്ച, നായ, ഭൈരവന്മാരെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് രോഗമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് നാൽക്കാലികളെ ഒന്ന് ശ്രദ്ധിക്കുന്നവരാണ്. ഉത്രാട്ടാതി നക്ഷത്രക്കാർക്ക് നാൽക്കാലികളിൽ നിന്ന് ദോഷമുണ്ടാകുന്ന 30 ദിവസമാണ് വരുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകാൻ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക്. കല്യാണത്തിന് വരന്മാരെ അന്വേഷിക്കുന്നവർക്ക് ചിങ്ങമാസം കഴിയുമ്പോൾ ഉണ്ടാവുകയും വധുവിനെ അന്വേഷിക്കുന്നവർക്ക് ഈ ഓഗസ്റ്റ് കഴിഞ്ഞ് കുറച്ച് കാലം കൂടി എടുക്കും അങ്ങോട്ട്. പൂർവ്വജന്മ ദോഷങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. പിതൃക്കൾക്ക് ബലിയിടണം. അത് രാമേശ്വരത്ത് പോയി പിതൃക്കൾക്ക് ബലിയിട്ടാലേ ഉത്രട്ടാതി നക്ഷത്രക്കാർക്കുള്ള ആണുങ്ങൾക്ക്
തിരുവല്ലത്ത് പോയാലും മതി, തിരുവനന്തപുരത്തുകാർക്ക്, ഇല്ലെങ്കിൽ രാമേശ്വരത്ത് പോയി ബലികർമ്മങ്ങൾ ചെയ്യും. അവിടുത്തെ 22 തീർത്ഥങ്ങളിൽ കുളിച്ച് ശുദ്ധി വരുത്തുകയും ചെയ്യുമ്പോൾ പൂർവ്വജന്മത്തിലെ ഏതെങ്കിലും പെൺകുട്ടി വിവാഹാലോചനയായിട്ടോ നടക്കുകയും ചെയ്യും. തടിച്ച ശരീരമുള്ള പെൺകുട്ടികൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ഉത്രട്ടാതി നക്ഷത്രം തടിച്ച ശരീരമുള്ള പെൺകുട്ടികളാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. പുരുഷന്മാരും തടിച്ച ശരീരമുള്ള അവരാണെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ചില ദോഷങ്ങളുണ്ട്, ശരീരപ്രകൃതി ശ്രദ്ധിക്കേണ്ട സമയമാണ്. പിന്നെ ചെവിക്ക് വല്ല കേടുണ്ടാവും. ഈ മൊബൈൽ ഒരുപാട് നേരം, കണ്ണുകൾക്ക് മൊബൈൽ ഒരുപാട് നേരം സ്ട്രെയിൻ എടുക്കുമ്പം കണ്ണിന് തലയ്ക്കും രോഗമുണ്ടാകാനുള്ള ഒരു അവസ്ഥയുണ്ട്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കഴുത്തിന് മുകളിലുള്ള രോഗാവസ്ഥ, തൈറോയിഡ്, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളും സാമ്പത്തികമായ കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഗസ്റ്റ് കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടിയും, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആഗസ്റ്റ് വരെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ഉണ്ടാകും. ശിവക്ഷേത്രത്തിലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്നതിനും പിതൃദോഷങ്ങളുണ്ടെങ്കിൽ രാമേശ്വരത്ത് പോയിട്ട് പിതൃദോഷങ്ങൾ ചെയ്ത് 22 തീർത്ഥങ്ങൾ കുളിച്ചു കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.